ഹലോ ഹായ്, എൻ്റെ പേര് ബിസ്റ്റിൻ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ നമ്മൾ ഇടുക്കി കുമളി പ്രദേശത്തൂടെയും കമ്പംമേട് പ്രദേശത്തൂടെയും നമുക്ക് കമ്പത്ത് പോകാൻ പറ്റും. അപ്പം ആ കമ്പത്ത് പോകുന്ന വഴികളാണ് എൻ്റെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് കുമളി വഴി രണ്ട് രീതിയിലാണ് നമുക്ക് കമ്പത്തിൽ പോകാൻ പറ്റുന്നത്. ഒന്ന് കുമളി വഴി പോകാം, മറ്റേത് കമ്പംമെട്ട് വഴിയാണ് പോകാൻ പറ്റുന്നത്. പിന്നുള്ളത് ബോഡിമെട്ട്, മൂന്നാർ ആ ഭാഗത്തൂടാണ്. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കമ്പംമെട്ട് വഴി നമുക്ക് കമ്പത്തിന് പോകുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം കമ്പത്തിൻ്റെ തൊട്ടടുത്താണ് ഞാനുള്ളത്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ഇവിടുന്ന് ഒരു തുള്ളി കുറച്ചങ്ങോട്ട് മാർക്ക് കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് താഴോട്ടുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പംമെട്ട് ടൗണ്. ഇതിനിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഫസ്റ്റ് നമ്മുടെ ഇവിടുന്ന് ഇടത്തോട്ട്, ഈ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൻ്റെ ഇടത്തോട്ടുള്ള വഴി പോവുകയാണെങ്കിൽ നമുക്ക് രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റും. പിന്നെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ചെക്ക് പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ലോറിക്കാരും അല്ലെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇടത്തോട്ടുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്, അത് രാമക്കൽമേടാണ്. ഈ ചെക്ക് പോസ്റ്റ് ഫസ്റ്റത്തെ നമ്മുടേതും അടുത്തത് തമിഴ്നാടിൻ്റെയാണ്. ഇലക്ഷൻ ആയതിൻ്റെ ഇതിലാന്ന് തോന്നുന്നു ബോർഡറിൽ തോക്കൊക്കെ പിടിച്ച് പട്ടാളക്കാരല്ല, പോലീസുകാരുണ്ട്. അപ്പം നേരത്തെ അങ്ങനെ തോക്കൊക്കെ ഒന്നും പിടിച്ചൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ തോക്കൊക്കെ പിടിച്ചപ്പോൾ ഇലക്ഷൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രൻസ് ആയി, അതായത് തമിഴ്നാട്ടിലോട്ട് എൻട്രൻസ് ആയി. ഇവിടെ മുഴുവൻ രണ്ട് ഭാഗത്തും, അതായത് വല സൈഡ് നല്ല കൊക്ക പോലുള്ള ഭാഗവും ഇട സൈഡിൽ മലയാണ്. ബാക്കി ഇവിടെ ജനവാസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇത് മുഴുവൻ വനമാണ്. ഞങ്ങൾ ഇതിലെ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഈ മ്ലാവ്, പന്നി, മുള്ളംപന്നി, ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മുടെ ടോറസുകൾ ഒത്തിരി കയറി വരുന്നത്. അതായത് പാറമടയിൽ നിന്ന് കല്ല്, എംസാൻഡ്, പീസാൻഡ് എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്നത് നല്ലൊരു ഭാഗവും ഈ ഭാഗത്തോടാണ് തമിഴ്നാട്ടിലെ സാധനം കയറി വരുന്നത്. ഇവിടെ കുരങ്ങന്മാരുടെ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. ഇപ്പം സന്ധ്യയായപ്പോൾ ഒരു 2-3-4 കുരങ്ങന്മാരെ നമ്മൾ കണ്ടു. ഇനി ഇവിടുന്ന് ഹെയർ പിൻ വളവുകൾ നമ്മൾ തുടങ്ങുകയാണ്. ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്റർ, ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചെല്ലാം. പതുക്കെ പോവുകയാണെങ്കിൽ, സ്പീഡിൽ പോയാൽ അതിനനുസരിച്ച് ചെല്ലാം. എന്നാലും ഒരു 16 കിലോമീറ്ററാണ് നമുക്ക് ഉള്ളത്. പിന്നെ വഴി ഭയങ്കര വീതിയും കാര്യങ്ങളും ഒന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം 2 വണ്ടിക്ക് പോകാം. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ടൈറ്റ് ആയിരിക്കും. വലിയ വണ്ടികൾ, അതായത് ടോറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ പാടാണ്. പിന്നെ വഴി വളരെ പരിതാപകരമാണ്. ഈ വലിയ വണ്ടികളെല്ലാം ഓടുന്നതുകൊണ്ട് കുഴിയും കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പം തൽക്കാലം കഴിഞ്ഞു പോകാവുന്ന രീതിയിലാണ് കിടക്കുന്നത്. പണ്ട് ഒക്കെ ഇവിടൊക്കെ ഭയങ്കര കൊള്ളയടിയും കാര്യങ്ങളും ഉള്ള സ്ഥലങ്ങളായിരുന്നു. അതായത് വനമായതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഈ കൊള്ളക്കാരുണ്ടായിരുന്നു. കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെ കൊള്ളയടിക്കുക, അങ്ങനെയുള്ള ഒരു രീതിക്കാരായിരുന്നു ഒരു പണ്ട്. എന്നാൽ ഒത്തിരി നാളായിട്ട് ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലതായിട്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ പണിക്കാരോട്ടമുള്ള, അതായത് ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങളിൽ പണി എടുക്കുന്നത് മുഴുവൻ കൂടുതലും ഹിന്ദിക്കാരുണ്ട്. എന്നാലും തമിഴ്നാട്ടിൽ നമ്മൾ നല്ല രീതിയിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ തമിഴ്നാട്ടിലെ പണിക്കാർ മുഴുവൻ കയറി വരുന്നത്
ഈ വഴിയാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ ടോറസാണ് ഉദ്ദേശിച്ചത്. ഈ ടോറസുകൾ ഇഷ്ടം പോലെ ഈ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതിപ്പം ഈ സമയത്തുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും നല്ല ദിവസവും നല്ല ലോഡുകൾ ഒത്തിരി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് പണിക്കാരോട്ട് ഒത്തിരി ഉണ്ട് നമ്മുടെ കേരളത്തിലോട്ട്. അത് മെയിനായിട്ട് അവർ തന്നെ ബസ് 1, 2, 3, 4 സർവീസ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ജീപ്പാണ്. ജീപ്പ് ഈ പണ്ടത്തെ മഹേന്ദ്രയുടെ ബൊലൂറോയ്ക്ക് മുന്നേ ഉള്ള ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി, പിന്നെ ബൊലൂറോ, പിന്നെ ക്രൂയിസർ, ടാറ്റ സുമോ, അങ്ങനെയുള്ള വണ്ടികളിലാണ് മെയിനായിട്ട് ഈ പണിക്കാരെ നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അവർ ഒരു കാലത്ത് ഹിന്ദിക്കാരില്ലാത്ത സമയത്ത് നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ മേലാത്ത അവരായിരുന്നു നമുക്ക് ഈ ഹിന്ദിക്കാർ. ഇവിടുന്ന് കമ്പത്തിന് കറക്റ്റ് 11 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ മരങ്ങളെല്ലാത്തിനും ഇലയൊന്നും ഇല്ലാതെ ആ പട കമ്പ് മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. പച്ചപ്പൊന്നും ഇല്ല. മഴ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇച്ചിരൂടെ പച്ചപ്പകലൊക്കെ നിന്നേനെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ. എന്നാൽ ഒത്തിരി വെയിൽ ഇവിടെ ഈ ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്ട് ഒരു മ്ലാവിനെ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ഒരു മ്ലാവിനെ നമുക്ക് കാണാൻ പറ്റി. നല്ല രസമുണ്ടേ, നല്ല മെഴുത്തിരിക്കുന്നു. നല്ല വലിപ്പമുള്ള മ്ലാവാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നാട്ടിലോട്ടൊക്കെ ഇറങ്ങിയതായിരിക്കാം, നാട്ടിൽ നിന്ന് വരുന്ന വഴിയായിരിക്കാം ചിലപ്പം. എന്താ വെച്ചാൽ രാത്രികളിലൊക്കെ ഇത് നമ്മുടെ അങ്ങോട്ട് ബോർഡറിൽ നമ്മുടെ കേരളത്തിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വരുന്നതായിരിക്കാം. ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അമ്പലമാണ്, അവിടെ പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമാണ്. മഴക്കാലത്തും ഇത് ബോർഡർ ആണെങ്കിലും ഇവിടെ ബോർഡർ സൈഡായതുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് വന്നാലും ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഈ വനത്തിൻ്റെ ഉള്ളിലൊക്കെ എന്ന് വെച്ചാൽ കേരളമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെയും മഴ കിട്ടും. എന്നാൽ ഇതിൻ്റെ അടിവാരത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമായി പോകും. ഈ നമ്മളിപ്പം ഹെയർപിൻ വളവുകളെല്ലാം ഇറങ്ങി താഴെ അടിവാരത്തോട്ട് ചെല്ലും. അടിവാരത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ നിരപ്പായി. ആ നിരപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വളരെ ഈ ക്ലൈമറ്റുമായിട്ട് വ്യത്യാസം വരും. ചൂട് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം അറ്റ്മോസ്ഫിയറിൽ വരും ഈ ഹെയർപിൻ ഇറങ്ങി താഴെ ചെല്ലുമ്പോഴത്തേക്ക്. പിന്നെ തമിഴ്നാടിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിന്ന്, അതായത് ഈ ഹെയർപിൻ വളവിറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ താഴെ കാണുന്നതാണ് മെയിനായിട്ട് തമിഴ്നാടിൻ്റെ ഒരു സൗന്ദര്യം. അത് നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും. എന്നാൽ നമ്മൾ താഴോട്ട് ചെല്ലുമ്പോൾ ചിലപ്പം അത്രയും നമുക്ക് ഒരു സൗന്ദര്യം നമുക്കത്രയും കാണാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഒരു ഇതുണ്ട്. അപ്പോൾ ഇപ്പം ഇവിടെ ഈ കാട്ടുകോഴിയുടെ കൊക്ക് കേൾക്കുന്നുണ്ട്. അപ്പം ഈ കാട്ടുകോഴിയും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ഒരു കാട്ടുകോഴിയോ വല്ലതും കാണാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. ഏതായാലും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഒച്ചയുണ്ട്, അത് ആ ഒച്ച കേൾക്കുന്നുണ്ട്. ഈ വളവൊക്കെ ഭയങ്കര ചെറിയ വളവാണ്. അതായത് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് എടുക്കാതെ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ബോർഡർ ആയതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾക്ക് തമിഴ്നാട് നമ്മളെ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ തമിഴ്നാട്ടിനെയും ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല
പോക്കുവരവുള്ള റോഡാണിത്. അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലെ നല്ല ഒരു ശതമാനം വണ്ടി ഇതിലേ കയറി വരും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അടിവാരത്തുനിന്ന് കുമ്പളിക്കുള്ളത് എല്ലാവരും വിടത്തില്ല. അത് കുറച്ച് വണ്ടികൾ മാത്രമേ വിടുകയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3ാമത്തെ ടോർസാണ് കയറി വരുന്നത്. നമ്മൾ തൊട്ടില്ല എന്നും പറഞ്ഞാണ് നമ്മൾ ടോർസുമായിട്ട് പോകുന്നത്. അത് അയ്യപ്പന്മാരുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. അതെ, കുമ്പളി റോഡിൽ ഭയങ്കര തിരക്ക് കൂടുമ്പോൾ നമ്മൾ തന്നെ ചെയ്യും, അവരെന്നെ ചെയ്യും, അവരെ കട്ടപ്പന വഴി തിരിച്ച് വിടും. അപ്പോൾ അത് ഈ കമ്പമേട് വഴി വന്ന് നേരെ കട്ടപ്പനയ്ക്ക് കയറി, കുറേ പേര് കട്ടപ്പനയ്ക്ക് കയറും, ചിലർ അവിടെ നിന്ന് നേരെ പുറ്റിടി ആ വഴി കുമ്പളി വഴി കയറി ശബരിമലയ്ക്ക് പോകും. പക്ഷേ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓട്ടോയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരിക്കും അയ്യപ്പന്മാരുടെ വണ്ടി വരുന്നത്. എന്നാ വെച്ചാൽ കർണാടക, ഏറെക്കുറെ ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ തമിഴ്നാട്, ആ ഭാഗങ്ങളിലുള്ള എല്ലാവരും ഈ ഒരു വഴിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഈ വണ്ടികൾ പെരുകിയതുകൊണ്ട് വണ്ടികളിൽ തന്നെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് വരുന്നത്. കസിൻസ് അങ്ങനെ ഉള്ള എല്ലാവരും കൂടെ കൂടിയാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെയുള്ള ബാക്കിയുള്ള ബാംഗ്ലൂർ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പം ഈ താഴെ കാണുന്നതാണ് നമ്മുടെ കമ്പമായിട്ട് വരുന്നത്. ഇച്ചിരി താഴെ ചെല്ലുമ്പോൾ ഇച്ചിരി നല്ല രീതിയിൽ നമുക്ക് വ്യൂ കിട്ടും. ഇതാണ് കമ്പം, അതായത് അവരുടെ കൃഷിയിടങ്ങൾ. കൃഷി എന്ന് വെച്ചാൽ ഈ ചുവന്ന കളറിലിരിക്കുന്നത് അവരുടെ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന ഭാഗമാണ്. പിന്നെ അതിൻ്റെ പച്ചപ്പ് കാണുന്ന അവരുടെ കൃഷിയാണ്. പിന്നെ അവരുടെ ബിൽഡിങ്സ്, കമ്പം ടൗണാണ് കാണുന്നത്. അപ്പം കമ്പം ടൗൺ സത്യത്തിൽ ഇവിടെ തുടങ്ങുമ്പോൾ 2-3 വശത്ത് നമ്മുടെ ഈ മലകൾ കാണാൻ പറ്റും. കുമ്പളിയിൽ നിന്ന് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു നല്ല, അത് ഈ പറഞ്ഞ പോലെ ചെറിയ വഴിയാണ്, എന്നാലും നല്ല ഒരു രസമുള്ള വഴിയാണ്. അതിലാണ് നമുക്ക് ബ്രിട്ടീഷുകാർ മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് ആ വഴിയാണ്, കുമ്പളി വഴിയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഏറെക്കുറെ ഒരു വ്യൂ കിട്ടും കമ്പത്തിൻ്റെ. ഇതാണ് കമ്പം, അടിവാരത്തിലുള്ള കമ്പം ഇതാണ്. ഇതിൽ പച്ചച്ച് കാണുന്ന എല്ലാം അവരുടെ കൃഷിയാണ്. മാവ്, പിന്നെ കടുക്, പിന്നെ തെങ്ങ്, അങ്ങനെയുള്ള കൃഷികളാണ് ഈ പച്ചച്ച് കാണുന്നത്. അവർ ഈ നില ഒരുക്കിയിട്ടിരിക്കുന്നതാണ് മെയിനായിട്ട് ഈ ചുവന്ന കളറിൽ. അപ്പോൾ മണ്ടേ നോക്കുമ്പോൾ നമുക്ക് വളരെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പക്ഷേ താഴെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അത്ര ഈ ഒരു കണ്ണിൻ്റെ ഇമ്പ് നമുക്ക് താഴെ ചെന്നാൽ കിട്ടത്തില്ല. ഇവിടങ്ങളിൽ വെള്ളത്തിന് കമ്പത്ത് നല്ല ക്ഷാമമുള്ള സ്ഥലങ്ങളാണ്. ഇന്നിപ്പം മ്ലാവിനെ നമുക്ക് കാണാൻ പറ്റിയത് വളരെ നല്ലൊരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ മ്ലാവിനെയൊക്കെ കാണുമെന്ന്, പക്ഷേ അത് നമ്മൾ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്ന് കാണുകയും എന്നാൽ ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്കി ഇപ്പോൾ കറക്റ്റ് അതിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്ത് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ഓടി അങ്ങ് പോകും. പക്ഷേ ഇത് അവിടെ വലിയ കുഴപ്പമില്ലാതെ അവിടെ നിന്നു. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ കൂടുകളിൽ പോയെന്ന് തോന്നുന്നു. ഇതൊന്നുമല്ല, കുരങ്ങന്മാരൊക്കെ ഒരു 10-11 മണിയൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കൊരു കുരങ്ങന്മാരാണുള്ളത്. ഒരു 10-50 കുരങ്ങന്മാർ ഒരു സ്ഥലത്ത് കാണും. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ്ക്കാർ ഇപ്പം പണിക്ക് പോയിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ ഈ എന്തെങ്കിലും സാധനങ്ങളൊക്കെ, പഴം അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ മേടിച്ചുകൊണ്ട് പോകുന്നത് ഇവർ ഇരിക്കുന്ന സ്പോട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് ആ ഒരു സമയമൊക്കെ അറിയാം. അതുകൊണ്ട് അതിന് ഭക്ഷണത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ചില അണ്ണന്മാർ കൊല ഒരു 10-15 കൊല ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരും. ഓരോ ഈ കുരങ്ങ വളർത്തല്ല 1-2 കൊല വെച്ചിട്ട് പോവുക. അപ്പോൾ ഇവർ കൊല ഈ പഴം തിന്ന്
മടുക്കും. എന്നുവെച്ചാൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കുരങ്ങന്മാരെ. അതുകൊണ്ട് അവർക്ക് തീറ്റിക്ക് ഫുഡിന് കുഴപ്പമൊന്നുമില്ല, കാട്ടിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവർ തന്നെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കമ്പത്ത് മെയിനായിട്ട് മുന്തിരിത്തോട്ടം ഒക്കെ ഉണ്ട്. അത് അപ്പുറത്തെ സൈഡാണ്, കുമളി സൈഡിലാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഈ സൈഡിൽ നമ്മൾ കമ്പം ആ ഒരു കാര്യത്തൊന്നും നമുക്ക് അത് കാണാൻ സാധിക്കത്തില്ല. കുമളി റൂട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ താമസിക്കാതെ ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പെൻ സ്റ്റോക്സും ആ വഴി ഉള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അതിൻ്റെ ആ ഒരു ഭാഗത്തോടെ വരുമ്പോൾ നമുക്ക് മുന്തിരിത്തോപ്പുകൾ കുറേ ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറി ഫോട്ടോ എടുക്കാം. നമുക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളോ ഇല്ല. എപ്പം വേണേൽ അവിടുന്ന് മുന്തിരി മേടിച്ചുകൊണ്ട് വരാം. ഏത് സമയത്തും മുന്തിരി അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നല്ല പാറയാണ്. ഇപ്പം ചിലപ്പോൾ മഴക്കാലത്തൊക്കെ ഈ പാറ ഈ 1-2 കഷ്ണങ്ങൾ ഉണ്ടക്കല്ലുകൾ ചാടി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണിത്. ഉരുൾപൊട്ടലൊന്നും ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഉണ്ടക്കല്ലുകളൊക്കെ ഈ മണ്ടയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യവും വലിയ ഒരു 2-3 ഉണ്ടക്കല്ല് ഈ വഴി വന്ന് ചാടി വീണിട്ടുണ്ട്. ഏതായാലും ദൈവാധീനത്തിന് വണ്ടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കല്ലുണ്ടോ, ഈ കല്ലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ പ്രാവശ്യം മേളയിൽ നിന്ന് പോകുന്നതാണ്. മഴക്കാലം ആകുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇവിടങ്ങളിലൊക്കെ മഴ കിട്ടും. മഴ കേരളത്തെ പോലെ തന്നെ ഏറെക്കുറെ അടുത്ത് കിട്ടുന്ന സ്ഥലമാണ് ഈ ഭാഗങ്ങളിലൊക്കെ. എന്നാൽ അടിവാരത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരളമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ അടുത്ത ടോറസ് വരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് 4-ാമത്തെ ടോറസാണ് വരുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും അടുപ്പിച്ച് വരും. പിന്നെ അവരും ഒത്തിരി കഷ്ടപ്പെട്ടാണെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ തലേദിവസം പോയി അവിടെ പോയി ബാറുമടെ പോയി ക്യൂ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. സത്യത്തിൽ തമിഴ്നാട് ഇല്ലെങ്കിൽ കേരളം ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ പച്ചക്കറികൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണല്ലോ വരുന്നത്. ഇപ്പോൾ തമിഴ്നാട് ഇപ്പം ചിക്കനാണെങ്കിലും ഏതൊരു കാര്യവും കേരളത്തിൽ വരുന്നത്, പാലാണെങ്കിലും എല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ്. നമുക്ക് തമിഴ്നാട്ടിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലോട്ടുള്ള എല്ലാ സാധനങ്ങളും കയറി വരുന്നത്. അതായത് രാവിലെയൊക്കെ പച്ചക്കറിയൊക്കെ ടണ്ണ് കണക്കിനാണ് കയറി വരുന്നത്. പിക്കപ്പും അതുപോലെ കൊലവണ്ടി, വാഴവിത്ത് വണ്ടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കേരളത്തിലോട്ട് നല്ലൊരു ശതമാനം കയറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ സ്വയം പര്യാപ്തത വന്നിട്ടില്ല ആ കാര്യങ്ങളിൽ. പിന്നെ തമിഴ്നാട്ടിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്നിടം അവരെല്ലാവരും ഒന്നിച്ചായിരിക്കും താമസിക്കുന്നത്. ഒരു ഏരിയയിൽ താമസിക്കും. അത് കഴിഞ്ഞിട്ട് അവർ ടൗണായിട്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഇവർക്ക് മെയിൻ ബൈപ്പാസുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് വേറെ ടൗണിലൊന്നും കയറേണ്ട ആവശ്യമില്ല. നേരെ ആ വഴി ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഇപ്പം അടിവാരത്തിലോട്ടാവുകയാണ്. അപ്പോൾ ഈ അടിവാരം ചെന്നിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുന്നത് നമ്മുടെ കുമളി വരുന്ന ആ റോഡിലൂടെ ചെല്ലുന്നത്. അതിലെ നേരെ ഇടത്തോട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നേരെ ഒറ്റ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ അത് ചെന്നൈയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടേണിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഒറ്റ റോഡ് ഹൈവേ ആയിട്ട് കിടക്കുകയാണ്. നമ്മളപ്പം മെയിൻ സിറ്റീസിലൊക്കെ നമ്മൾ പക്ഷേ എല്ലാം ഇതിന് മണ്ടയിൽ കൂടെ കയറി ഓവർബ്രിഡ്ജ് അടിച്ചിട്ടേക്കുവാണ്. ഈ ഹെയർപിൻ വളവുകൾ വളരെ സ്പീഡിലെടുത്ത് കഴിയുമ്പോൾ ബാക്കിലൊക്കെ ആളുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ബാക്കിൽ ഇരിക്കുന്നവർ ശരിക്കിനിട്ട് ഒലയ്ക്കും. ഇച്ചിരി അത്യാവശ്യം സ്പീഡുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏറെക്കുറെ ഇത് അടിവാരത്തിലോട്ട് ആകുവാണ്. ഇനിയിപ്പം ഏറെക്കുറെ സ്റ്റേറ്റ് വഴികളിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം പുളിമരമാണ് ഈ കാണുന്നത്. പുളിമരം
വർഷങ്ങൾ പുളിമരത്തിൻ്റെ തടി ഇതിപ്പം ഇവർ വർഷങ്ങളായിട്ട് പുളി കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ വെട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ ഇറച്ചിക്കടയിലോട്ടൊക്കെ ഇവിടെ ഈ പുളിമരം കട്ടൻസ് അടിച്ച് നമുക്ക് കിട്ടും. അതായത് ഇത് പുളിയുടെ ഇത് വെച്ച് നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ഈ തടി ഇതിൻ്റെ കൂട്ടത്തിൽ കയറി വരത്തില്ല. അപ്പോൾ അത് വളരെ നല്ലതാണ് ഈ ഇറച്ചി വെട്ടാനൊക്കെ. അപ്പം നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പുളിമരമൊക്കെ കയറി വരുന്നത് കട്ടൻസ് അടിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്നാണ് കയറി വരുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പുളിമരം ഉണ്ട്. ഇവിടുന്ന് 122 കിലോമീറ്ററാണ് നമ്മുടെ മധുര മീനാക്ഷി